നമസ്കാരം. പനിയുടെ കാലത്ത് ഗ്രേപ്സിലേക്ക് സ്വാഗതം. പനിയും പാരസെറ്റമോളും ചേട്ടാനിമാരാണല്ലേ. പലപ്പോഴും നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഫീവറുമായിട്ട് ചെല്ലുമ്പോൾ പാരസെറ്റമോളിൻ്റെ ഡിഫറെൻറ്റ് വകഭേദങ്ങൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കിട്ടാറുണ്ട്. ഒരു സ്വാഭാവികമായിട്ടും പാരസെറ്റമോൾ, ഇബുപ്രോഫിൻ തുടങ്ങിയ ചില മരുന്നുകൾ റെഗുലറായിട്ട് പനിക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പാരസെറ്റമോളിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അത്രയധികം മത്സരമുള്ള ഒരു ഫീൽഡാണ്. പാരസെറ്റമോൾ ബേസിക്കലി നമ്മുടെ ഒരു വേദന സംഹാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അതിനെ കുറയ്ക്കാനും പാരസെറ്റമോൾ ഉപയോഗിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാരസെറ്റമോൾ അത്ര നിസ്സാരക്കാരനല്ല എന്നതാണ്. ഡോക്ടർ എഴുതിയ ഡയറക്ഷൻസ് വിട്ട് ഉപയോഗിച്ചാൽ ലിവർ ഫങ്ഷൻ തകരാറിലാകാനും മരിച്ചു പോകാനും സാധ്യത വരെയുള്ള ഒരു നിസ്സാരക്കാരനെന്ന് നമ്മൾ കരുതുന്ന അപകടകാരിയായ മരുന്ന് കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടും നമ്മളുടെ ശാരീരികാവസ്ഥയ്ക്ക്, ആരോഗ്യത്തിന് ഒക്കെ ചേർന്ന വിധത്തിൽ അതിൻ്റെ മിനിമം ഡോസ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫീവർ കൂടിയത് കാരണം ആ ഡോസ് നമ്മളായിട്ട് മാറ്റി കൂട്ടി ഉപയോഗിക്കരുത്. തികച്ചും നമുക്ക് സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ ഈ പനി നീണ്ടു നിന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ തരാറുണ്ട്. അത് പക്ഷേ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് കണ്ടതിന് ശേഷമാണ് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് എഴുതുന്നത്. ഒരു തവണ പനി വന്നപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചതുകൊണ്ട് അടുത്ത തവണ പനി വരുമ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മളായിട്ട് റിപ്പീറ്റ് ചെയ്യരുത്. കാരണം അത് നമ്മുടെ ശരീരത്തിലെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതേ ബാക്ടീരിയ തന്നെ എഫക്റ്റ് ചെയ്തത് കൊണ്ടാണോ അതോ ഒരു വൈറസ് ഇൻഫെക്ഷൻ മൂലമാണോ നമുക്ക് ഈ ഫീവർ വന്നിരിക്കുന്നതെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മാത്രമേ, ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ ഈ ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് അത്തരത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് പല വാല്യൂസും അവൈലബിൾ ആണ്. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് വരെ ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ജി ഹെൽത്ത് എന്ന് പറഞ്ഞ നമ്മുടെ പേഷ്യൻ്റ് പോർട്ടൽ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ ഗ്രേപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവൈലബിൾ ആണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഓരോ ലാബ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വേരിയേഷൻസ് വന്നാൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കുകളിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അൾട്ടിമേറ്റ്ലി ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് ജി ഹെൽത്ത്. നമ്മുടെ ഫീവറുകൾക്ക് നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കാൻ, ചികിത്സ വേണ്ടാത്തപ്പോൾ ചികിത്സയ്ക്ക് പോകാതിരിക്കാൻ, ചികിത്സ വേണ്ടപ്പോൾ ആ ചികിത്സ കൃത്യമായി നേടുന്നതിനും നമുക്ക് ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ റെക്കോർഡഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടറെയോ ഹോസ്പിറ്റലോ മാറി പുതിയൊരു സ്ഥലത്ത് നിന്ന് ഇതൊന്നും അറിയാത്ത പുതിയൊരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതല്ല എങ്കിൽ ഈ ജി ഹെൽത്തിൽ നിന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സമഗ്രമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ജി ഹെൽത്ത് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പേഷ്യൻ്റ് പോർട്ടൽ നമ്മളെ സഹായിക്കും.